discharged by impossibility of performance. A contract will be discharged when the performance of contract becomes impossible. രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഒരു കോൺട്രാക്ട് ഇവിടെ ഡിസ്ചാർജ് ആവുന്നത് ഇമ്പോസിബിൾ ആയതുകൊണ്ട് ആ കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു ഡു ദാറ്റ് ആക്ട്. അതുകൊണ്ടാണ് കോൺട്രാക്ട് ഡിസ്ചാർജ് ആവുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. അറ്റ് ദി ടൈം ഓഫ് കോൺട്രാക്ട് ഉണ്ട്, സബ്സിക്വൻറ്റ് ടു ദി കോൺട്രാക്ട് ഉണ്ട്. അറ്റ് ദി ടൈം ഓഫ് കോൺട്രാക്ട് അതായത് ഇമ്പോസിബിലിറ്റി അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് ദി കോൺട്രാക്ട് എന്ന് പറയാം. രണ്ടും സെയിം മീനിങ് തന്നെയാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. വെൻ ബോത്ത് ദി കോൺട്രാക്ടിംഗ് പാർട്ടീസ് ആർ അവെയർ ഓഫ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് അറ്റ് ദി ടൈം ഓഫ് ദി കോൺട്രാക്ട് ദെൻ ദാറ്റ് അഗ്രിമെന്റ് ഇസ് വോയിഡ്. രണ്ട് പാർട്ടീസിനും അറിയാം ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ, അതാണ് അറ്റ് ദി ടൈം ഓഫ് കോൺട്രാക്ട് എന്നത്. കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ രണ്ട് പാർട്ടീസിനും അറിയാം ഈ കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. എക്സാമ്പിൾ ആണ് പറയണത്. എക്സ് എന്ന് പറഞ്ഞ ആള് വൈ എന്ന് പറഞ്ഞ ആൾക്ക് 10,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. വൈ പകരം ചെയ്യേണ്ട കാര്യം ചന്ദ്രനെ പിടിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രനെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള എക്സിനും വൈക്കും അറിയുന്ന ഒരു കാര്യമാണ്. പറ്റാത്തൊരു കാര്യത്തിന് മുകളിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണം. രണ്ടുപേർക്കും അറിയാം ആ കാര്യം സാധിക്കില്ല എന്ന്. എന്നിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അത്തരം കോൺട്രാക്ട് വോയിഡ് കോൺട്രാക്ട് ആണ്. അതിൽ തന്നെ വേറൊരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. വെൻ ബോത്ത് പാർട്ടീസ് ആർ നോട്ട് അവെയർ ഓഫ് ദി ഫാക്ട് ദാറ്റ് പെർഫോമൻസ് ഈസ് ഇമ്പോസിബിൾ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട്. രണ്ടാൾക്കും അറിയില്ല, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് രണ്ടുപേർക്കും അറിയില്ല ഈ കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനത്തെ കേസാണെങ്കിൽ ദാറ്റ് കോൺട്രാക്ട് വിൽ ബിക്കംസ് വോയിഡ് വെൻ സച്ച് ഇമ്പോസിബിലിറ്റി ഈസ് ഡിസ്കവേർഡ്. എപ്പോഴാണോ ആ ഇമ്പോസിബിലിറ്റി അവരുടെ ശ്രദ്ധയിൽ വരുന്നത്, അവർക്ക് മനസ്സിലാവുന്നത്, അന്നേരം ആ കോൺട്രാക്ട് വോയിഡ് ആവും. ദ പാർട്ടീസ് വിൽ ഓൾസോ ബി റിലീസ്ഡ് ഫ്രം പെർഫോമൻസ്. പിന്നെ അവരത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു. എക്സ് താമസിക്കുന്ന തൃശ്ശൂരുമാണ്. അയാൾക്ക് ഗുരുവായൂർ വേറെ വീടുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ എക്സ് വൈയോട് പറയണത് എനിക്കൊരു കാറുണ്ട് ഗുരുവായൂർ, ആ കാറ് ഞാൻ നിങ്ങൾക്ക് തരാം 50,000 രൂപയ്ക്ക് പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ രണ്ടുപേരുടെ വിചാരം അവിടെ കാറുണ്ടെന്ന് യാതൊരു കുഴപ്പമില്ലാന്ന്. പക്ഷേ ആ എൻ്റർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്താണ്ടായിരുന്നത്, ആ കാർ വാസ് ഓൾറെഡി ഡിസ്ട്രോയിഡ് ബൈ ഫയർ അറ്റ് ദ ടൈം ഓഫ് എൻട്രിങ് ടു ദ കോൺട്രാക്ട്. കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കാർ കത്തി നശിച്ചിരിക്കുന്നു. പക്ഷേ എക്സിന് അറിയില്ല കാര്യം, എക്സിനും അറിയില്ല വൈക്കും അറിയില്ല. പിന്നീട് അവർ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തു. പിന്നീട് അവർ എപ്പോഴാണോ ആ കാര്യം മനസ്സിലാക്കുന്നത് അപ്പോൾ ആ കോൺട്രാക്ട് വോയിഡ് ആവും. കാര്യം കൂടി പോയിന്റുകളിൽ ശ്രദ്ധിക്കാനുള്ളത്, if the promiser knows that the promised one is an impossibility, the law will make him liable to pay compensation to the other party. ഒരു സിറ്റുവേഷൻ, അതായത് പ്രോമിസർക്ക് അറിയാം ഈ കോൺട്രാക്റ്റിൽ ഇയാൾ ചെയ്യാന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അയാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെങ്കിൽ നിയമം അയാളുടെ അടുത്ത് പറയും അയാൾ കോമ്പൻസേഷൻ കൊടുക്കണം പ്രോമിസിക്ക്. കാരണം എന്താ, ഒരു കാര്യം അറിഞ്ഞിട്ട് മറച്ചു വെച്ചിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. ഇത്രയാണ് impossibility at the time of contract. The second point ആണ് impossibility which arises subsequent to the formation of the contract. അതായത് കോൺട്രാക്ട് ഉണ്ടാക്കിയതിന് ശേഷം സബ്സിക്വൻറ്റ്, അതിന് ശേഷമാണ് impossibility വന്നത്. അതിന് പറയുന്ന വേറൊരു പേരാണ് സൂപ്പർവീനിങ് impossibility. Impossibility which arises subsequent to the formation of contract is known as subsequent or supervening impossibility. ഇവിടെ നോൺ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് മേ ബി ഡ്യൂ ടു സം ഇവൻറ്റ്സ് ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി പാർട്ടീസ്. രണ്ടുപേരുടെയും കയ്യിലുള്ളൊരു കാര്യമല്ല, അവർ രണ്ടുപേരെയും കൺട്രോൾ ഇല്ലാത്തൊരു കാരണം കൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം എന്തുണ്ടായി, ഇമ്പോസിബിലിറ്റി, അവർക്കത് ചെയ്യാൻ സാധിക്കാതെ വന്നു. അപ്പോൾ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ, അത് പ്രകാരം ഒരു കോൺട്രാക്ട് വോയിഡ് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസ് ഒന്നാമത്തെ, ആക്ട് ഷുഡ് ഹാവ് ബീൻ ഇമ്പോസിബിൾ. ആക്ട് ചെയ്യാൻ പറ്റാണ്ടായിരിക്കണം. ദ ഇമ്പോസിബിലിറ്റി ഹാവ് ബീൻ കോസ്ഡ് ഡ്യൂ ടു റീസൺസ് ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി പാർട്ടീസ്. ഇവർ രണ്ടുപേരുടെയും കൺട്രോളിലുള്ള കാര്യം ആയിരിക്കരുത്. മൂന്നാമത്തെ, ദ ഇമ്പോസിബിലിറ്റി ഷുഡ് നോട്ട് ബി സെൽഫ് ഇൻഡ്യൂസ്ഡ് ബൈ ദി പ്രോമിസർ ഓർ ഡ്യൂ ടു ഹിസ് നെഗ്ലിജൻസ്. ഈ ഇമ്പോസിബിലിറ്റി ഉണ്ടായത് പ്രോമിസറുടെ നിർബന്ധം കാരണോ അയാൾ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അയാളുടെ തെറ്റുകൊണ്ടായിരിക്കരുത് ഈ ഇമ്പോസിബിലിറ്റി വന്നിട്ടുള്ളത്. നമുക്ക് പറയാം, എ ആൻഡ് ബി കോൺട്രാക്ട് ടു മാരി ഈച്ച് അതർ. കല്യാണം ഒക്കെ ഉറപ്പിച്ചു, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു.
പക്ഷേ കല്യാണത്തിന് കുറച്ച് നാൾ മുമ്പ് എ ഗോസ് മാഡ്, എക്ക് ഭ്രാന്ത് പിടിച്ചു. ഇത് എക്ക് മുമ്പുള്ളായിരുന്ന ഒരു അസുഖം മറച്ചു വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യാത്തൊരു കാര്യമാണ്, ആൾക്ക് അപ്പം അസുഖം വന്നിട്ടേ ഉള്ളൂ. ഇപ്പം നമുക്ക് ബീനെ നിർബന്ധിക്കാൻ പറ്റില്ല കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും. ഇത് എന്തിന് എക്സാമ്പിളാണ്? ശരിക്കും സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിക്ക് എക്സാമ്പിളാണ്. കാരണം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എക്കും അസുഖമില്ല, ബിക്കും അസുഖമില്ല, ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരായിരുന്നു. ഇനി സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ഈസ് എൻ എക്സ്ക്യൂസ് ഫോർ നോൺ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഇൻ ദ ഫോളോയിങ് കേസസ്. സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ അതൊരു എക്സ്ക്യൂസാണ്. ആ എക്സ്ക്യൂസ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? യു ഡോണ്ട് ഹാവ് ടു പെർഫോം, കോൺട്രാക്ട് പെർഫോം ചെയ്യണ്ട. ഇറ്റ് ഈസ് എൻ എക്സ്ക്യൂസ് ഫോർ നോൺ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. ഈ ഇമ്പോസിബിലിറ്റി വന്നാൽ നിങ്ങൾ കോൺട്രാക്ട് പെർഫോം ചെയ്യണ്ട. ഏത് സിറ്റുവേഷനിലെ? ഈ പറയുന്ന 4 സിറ്റുവേഷനിലെ. അതിൽ ഒന്നാമത്തെ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. സബ്ജക്ട് മാറ്ററെ ഡിസ്ട്രോയ് ചെയ്തു or perished subsequent to the formation of the contract without the fault of either parties. രണ്ടുപേരുടെ അറിവ് കൊണ്ടോ അവരെ തെറ്റുകൊണ്ടോ അല്ല സബ്ജക്ട് മാറ്റർ നശിച്ചു പോയി. നിങ്ങളൊരു പശുവിനെ വിൽക്കാന്ന് പറയണം ഇത്ര രൂപയ്ക്ക് മെയ് മാസത്തിൽ, പക്ഷേ ഫെബ്രുവരി ഏപ്രിലേക്ക് പശു ചത്തു. അപ്പം എന്താ? ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അപ്പം നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് ടു പെർഫോം ദി കോൺട്രാക്ട്. രണ്ടാമത്തെ റീസൺ ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഓഫ് ദി പ്രോമിസർ. നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടതാണ്. ഒരാളുടെ പേഴ്സണൽ സ്കില്ലോ അയാളുടെ കഴിവോ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അങ്ങനത്തെ ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോൺട്രാക്ട് വേറെ ആളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഓഫ് ദി promiser, where a performance of contract depends upon the personal skill of a party. The contract will be discharged in case of his death അല്ലെങ്കിൽ personal incapacity. നന്നായി ചിത്രം വരയ്ക്കുന്ന ആളാണ്, ആക്സിഡന്റ് അയാളെ കൈ മുറിഞ്ഞു പോയി, നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ that is supervening impossibility. Then contract becoming subsequently illegal. നമ്മൾ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റും അതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സബ്സിക്വൻ്റ്ലി അത് ഇല്ലീഗലായി. ഇഫ് ദ കോൺട്രാക്ട് ബിക്കംസ് ഇല്ലീഗൽ ഓർ ഇംപോസിബിൾ of performance by an act or legislature or an operation of law, then it need not be performed. 2 മാസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കുപ്പി കള്ള് തരാമെന്ന് പറയണം. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിയമം വന്നു, കള്ള് ബാൻ ചെയ്തു, കള്ള് ഷാപ്പൊക്കെ അടച്ചു കൂട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എന്തായി മാറി? ഒരു ആക്ട് കാരണം, ഒരു ലെജിസ്ലേച്ചർ കാരണം അത് നിയമവിരുദ്ധമായി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് പെർഫോം ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് പോയിന്റ്, നോൺ എക്സിസ്റ്റൻസ് ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് തിങ്. എന്തില്ല? ആ പറഞ്ഞ സംഭവം എക്സിസ്റ്റ് ചെയ്യണേ ഇല്ല. യൂഷ്വലി ബോത്ത് പാർട്ടീസ് എൻറ്റർ ഇൻ ടു കോൺടാക്ട് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് സർട്ടൺ സ്റ്റേറ്റ് ഓഫ് തിങ്സ്. നമ്മൾ എപ്പോഴും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുക, ഒരു സാധനം അവിടെ ഉണ്ട് പറഞ്ഞാൽ എൻ്റർ ചെയ്യുക. ആ സാധനം നോൺ എക്സിസ്റ്റൻസ് ആണെങ്കിലോ യു ഡോണ്ട് ഹാവ് ടു പെർഫോം ദി കോൺട്രാക്ട്. ഇതാണ് 4 സിറ്റുവേഷൻ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിക്ക് നിങ്ങൾക്ക് എക്സ്ക്യൂസ് കിട്ടും. എന്ത്? നിങ്ങൾ ആ കാര്യം ചെയ്യേണ്ട, ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട എന്ന് പറയും. Discharge by breach of contract. Breach means failure of a party to perform his obligation under a contract. ഒരാൾ അയാൾ ചെയ്യേണ്ട കാര്യം ചെയ്യാണ്ടിരിക്കുക. ഫെയിലിയർ ഓഫ് എ പാർട്ടി ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ. അയാൾ ചെയ്യേണ്ട കാര്യം ചെയ്യാണ്ടിരിക്കുക, അതിനാണ് നമ്മൾ ബ്രീച്ച് എന്ന് പറയാം. If the contract is unilateral, the only remedy for the other party is to claim relief for breach against his promiser. യൂണിലാറ്ററൽ കോൺട്രാക്ട്, ഒരാൾ മാത്രം ഒരു കാര്യം ചെയ്യാൻ മാത്രം ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ റെമഡി പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം? ഹി ക്യാൻ ക്ലെയിം റിലീഫ് ഫോർ ബ്രീച്ച്. ഒരാൾ കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് എന്ത് ചോദിക്കാം? ക്ലെയിം ചെയ്യാം, അത് ചെയ്തു തരണം എന്ന് പറയാം. ഇഫ് ദ കോൺട്രാക്ട് ഇസ് ബൈലേറ്ററൽ, ദ പാർട്ടി ഹു ഇസ് നോട്ട് ബൈലേറ്ററൽ, രണ്ടുപേരും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ഒരാൾ ബ്രീച്ച് ചെയ്തു, മറ്റേ ആൾ ബ്രീച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ദ പാർട്ടി ഹു ഈസ് നോട്ട് ഇൻ ബ്രീച്ച് ഈസ് നോട്ട് ഓൺലി എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം റിലീഫ് ഫോർ ബ്രീച്ച് ബട്ട് ഓൾസോ എക്സോണറേറ്റഡ് ഫ്രം ലയബിലിറ്റി ടു പെർഫോം ഹിസ് പാർട്ട് ഓഫ് കോൺട്രാക്ട്. രണ്ടാളുള്ള കോൺട്രാക്റ്റ് ആണ്, ഒരാൾ ബ്രീച്ച് ചെയ്തു. നമുക്ക് പ്രോമിസ് ബ്രീച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ പ്രോമിസിക്ക് എന്ത് ചോദിക്കാം? ക്ലെയിം ചോദിക്കാം. പ്രോമിസറുടെ അടുത്ത് നിന്ന് ക്ലെയിം, നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ താ അല്ലെങ്കിൽ ക്ലെയിം താന്ന് ചോദിക്കുകയും ചെയ്യാം. അതുമാത്രമല്ല അയാൾ ചെയ്യേണ്ട കാര്യം അയാൾക്ക് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യാം. ഓക്കെ. ഇനി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് 2 തരത്തിലുണ്ട്. ആക്ച്വൽ ബ്രീച്ച് ഉണ്ട്, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഉണ്ട്. ഇനി എന്താണ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നോക്കാം. ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് may take place at the time when the performance become due, and in such cases one party fails or refuses to perform his obligation. ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, കോൺട്രാക്ട് ബിക്കംസ് ഡ്യൂ, ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ആ സമയത്ത് ഒരാൾ അയാൾ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. It also occurs during the performance of contract, and in such cases also one party failed to
refused to perform his obligation. ഡ്യൂ ആവുന്ന സമയത്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താവാ പെർഫോം ചെയ്യുന്ന സമയത്ത്, പെർഫോമൻസ് തുടങ്ങി എന്നിട്ട് ഒരാൾ അയാളുടെ ചെയ്യേണ്ട കാര്യം പകുതി വെച്ച് നിർത്ത് അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക, റിഫ്യൂസസ് ടു ഡൂ ഒക്കെ ആകുമ്പോഴാണ് ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയാം. അതാണ് പറഞ്ഞത് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അറ്റ് ദ ടൈം വെൻ പെർഫോമൻസ് ഇസ് ഡ്യൂ, പെർഫോമൻസ് ഡ്യൂ ആവുന്ന നേരത്ത്. ഒരു എക്സാമ്പിൾ പറയാം. എക്സ് വൈയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 10 ബാഗ് ഓഫ് ഷുഗർ തരാം ഫസ്റ്റ് മാർച്ചിന്. അങ്ങനെ ഫസ്റ്റ് മാർച്ച് ആയപ്പോൾ അയാൾ എന്ത് ചെയ്തില്ല, ഷുഗർ കൊടുത്തില്ല. ദിസ് ഇസ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അറ്റ് ദി ടൈം വെൻ ദ പെർഫോമൻസ് ഇസ് ഡ്യൂ. ഡ്യൂ ഡേറ്റ് പറഞ്ഞാൽ മാർച്ച് 1 അന്ന് ഇയാൾ ആ 10 കിലോ ഷുഗർ കൊടുത്തില്ല. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഡ്യൂറിങ് പെർഫോമൻസ് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. എ പറഞ്ഞു, ഞാൻ 50 ബാഗ് ഓഫ് റൈസ് തരാമെന്ന് പറഞ്ഞു ബിയുടെ അടുത്ത്. എന്നിട്ട് അത് ആ ദിവസമായിട്ടാണ്, നാളെ തരാനാണ് പറഞ്ഞത്. അപ്പം പിറ്റത്തെ ദിവസം എ എന്ത് ചെയ്തു, 20 ബാഗ് ഓഫ് ഷുഗർ കൊടുത്തു. 20 ബാഗ് ഷുഗർ മേടിച്ചപ്പോൾ ബി പറഞ്ഞു, എനിക്കിനി വേണ്ട, എനിക്ക് നിങ്ങളുടെ ഷുഗർ വേണ്ട. ബി റെഫ്യൂസസ് ടു ടേക്ക് എനി മോർ ഷുഗർ. അപ്പോൾ ബ്രീച്ച് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് പെർഫോമൻസ്. പെർഫോമൻസ് തുടങ്ങിയതിന് ശേഷമാണ് ബ്രീച്ച് വന്നത്. ഇവിടെ എ കൊടുക്കാൻ തയ്യാറായിരുന്നു, ബി എന്ന് പറഞ്ഞത് വേണ്ടെന്നുള്ളത്. രണ്ടുപേരിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ചെയ്യാം. അപ്പോൾ എ ഇനി എന്ത് ചെയ്യില്ല, എ ഈസ് ഡിസ്ചാർജ് ഫ്രം ഡെലിവറി ഫർദർ 30 ബാഗ്സ് ഓഫ് ഷുഗർ. എക്കിന് എന്ത് ചെയ്യണ്ട, ബാക്കി 30 കൊടുക്കണ്ട. മാത്രമല്ല അയാൾക്ക് ബിയുടെ അടുത്ത് കോമ്പൻസേഷനും ചോദിക്കാം. നിങ്ങൾ തടസ്സപ്പെടുത്തി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ താന്ന് എക്ക് ബിയോട് ചോദിക്കുകയും ചെയ്യാം. ഇതാണ് ഡ്യൂറിങ് പെർഫോമൻസ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. When a party to contract refuses to perform his obligation before the due date of performance, it is called anticipatory breach of contract. അയാൾ മുൻകൂട്ടിയിട്ട് തന്നെ പറയണം, ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് അയാൾ പറയണം എനിക്ക് കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ആന്റിസിപ്പേറ്ററി. ആന്റിസിപ്പേറ്ററി എന്താ, മുന്നേ കണ്ടുകൊണ്ട്, അല്ലേ, ഭാവി കണ്ടുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. If a person promises another to do a particular act in a particular date and suppose the said person repudiates his part of obligation before the due date. ഡ്യൂ ഡേറ്റ് കുറേ മുമ്പായി പറയണം ഞാൻ ആ കാര്യം ചെയ്യില്ല എന്നത്. എക്സാമ്പിൾ പറയാം. എ എഗ്രി ടു സപ്ലൈ 5 ബാഗ്സ് ഓഫ് ഷുഗർ ടു ബി ഓൺ 1st മാർച്ച്. അല്ലേ, 1st മാർച്ചിൽ ഞാൻ നിങ്ങൾക്ക് 5 ബാഗ് ഷുഗർ തരാമെന്ന് പറയണം എ. എന്നിട്ട് 2nd വീക്ക് ഓഫ് ഫെബ്രുവരി ആയപ്പോൾ അയാൾ ബി എ പോയി അറിയിച്ചു, ഞാൻ നിങ്ങൾക്ക് ഈ ഷുഗർ തരാൻ പോണില്ല എന്നാണ്. അതിനെയാണ് നമ്മൾ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. കോൺസിക്വൻസ് ഓഫ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇതിങ്ങനെ ഉണ്ടായി എന്ത് സംഭവിക്കാം, ടു ട്രീറ്റ് ദ ഹോൾ കോൺട്രാക്ട് ആസ് ബ്രോക്കൺ. മുഴുവൻ കോൺട്രാക്റ്റും ബ്രേക്ക് ആയ പോലെ കണക്കാക്കാം. ടു ക്ലെയിം ഡാമേജസ് എഗെയിൻസ്റ്റ് ദി അതർ പാർട്ടി. അപ്പുറത്തെ ആളുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രീച്ച് നടത്തിയ ആളോട് നമുക്ക് കോമ്പൻസേഷൻ ചോദിക്കാം അല്ലെങ്കിൽ ക്ലെയിം ഡാമേജ് ചോദിക്കാം.